ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഈസി ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കുഴക്കുകയും പരത്തും ഒന്നും ചെയ്യാതെ നമ്മൾ സാധാരണ ദോശയൊക്കെ ചുടുന്ന പോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയാണ്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഏകദേശം ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന പോലെയൊക്കെ അത്ര സിമ്പിളാണ്. പക്ഷെ കാണുമ്പോൾ ശരിക്കും ചപ്പാത്തി പോലെ തന്നെയാണ് ഇരിക്കുക. പിന്നെ ഇത് കുക്ക് ചെയ്ത് അപ്പം തന്നെ കഴിക്കണം, നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. 80% നമ്മളിത് ചപ്പാത്തി പോലെ തന്നെയാണ് ഇരിക്കുക, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഗോതമ്പ് ദോശ മിക്കവർക്കും ഇഷ്ടമല്ല എന്ന് പറയണേക്കാം, പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ചപ്പാത്തി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കാനാണെങ്കിലും നല്ല ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കണമെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ മാവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് മൈദയും 1/4 കപ്പ് ഗോതമ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മൈദ ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഫുള്ള് നമുക്ക് ഗോതമ്പൊടി തന്നെ എടുക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പാകത്തിൽ തന്നെ എടുക്കാം. അപ്പോൾ ആ ഒട്ടും കട്ടയില്ലാതെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നിർത്തിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത്, അത് 1 ടേബിൾ സ്പൂണോളം ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാവ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡയോ അങ്ങനെ വേറെ ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ പാൻ വെച്ച് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പാൻ ചൂടാക്കാനായിട്ട്. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ചൂടാക്കിയത്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ വല്ലാതെ അങ്ങ് നൈസായിട്ട് പരത്തരുത്, കുറച്ചൊരു കട്ടിയിൽ പരത്തി കൊടുക്കുക. അപ്പോൾ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇത് നമ്മൾ ദോശ പോലെയൊക്കെ ആയിപ്പോവും, പൊങ്ങി വരില്ല. ചപ്പാത്തി പോലെ നന്നായിട്ട് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ, പാനിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവാതെ നോക്കണം, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഈ സൈഡും കൂടെ ഒന്ന് ചൂടാവുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. അപ്പോൾ ഈ സൈഡ് ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇനി ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ലോ ടു മീഡിയം, അതിനപ്പുറത്തേക്ക് പോകരുത് ഫ്ലെയിം. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് പോലെ പൊങ്ങി വരുന്നത് കാണാം. അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇത് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ സ്റ്റിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക എല്ലാ സൈഡും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വീർത്ത് വരും. എന്നിട്ടൊന്ന് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചപ്പാത്തി ചുടുന്നതിന് മുമ്പായിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഈ പാൻ ഒന്ന് തുടച്ചു കൊടുക്കുക, അതിൻ്റെ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാ ചപ്പാത്തിയും ചെയ്തെടുക്കാം. അപ്പോൾ ഭയങ്കര ഈസിയാണ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണ കാരണം കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്